ഡെയിലി ഡീടോക്സ്. അതിൽ തന്നെയുണ്ട് ഡീടോക്സിഫിക്കേഷൻ, മാലിന്യ നിവാരണത്തിന് വേണ്ടിയിട്ട് ഉള്ളത്. അതായത് അവയവങ്ങൾക്ക് മാലിന്യ നിവാരണ കർമ്മം കുറച്ചുകൂടി ഫലപ്രദമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് അവയവങ്ങളാണ് നമ്മളുടെ ശരീരത്തിലെ മാലിന്യ നിവാരണത്തിൽ ഏർപ്പെടുന്ന അവയവങ്ങള്? ഒന്നാമത്തേത് കിഡ്നി. കിഡ്നി ഉണ്ട് അല്ലെ, യൂറിനെ മൂത്രത്തിലൂടെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതാണ്. പിന്നീടോ ഹൃദയം ഉണ്ട്, മാലിന്യത്തെ നീക്കം ചെയ്യുന്നുണ്ട്. പിന്നെ പാൻക്രിയാസ്, മാലിന്യത്തെ അല്ല, അത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലെ, അതുവഴി രക്തത്തിൽ അമിതമായിട്ട് അടിഞ്ഞുകൂടുന്ന ഷുഗറിനെ നീക്കം ചെയ്യാനായിട്ട്, കോശങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെയോ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ ഉണ്ട്. ബ്രെയിനിലും അതിന്റെ പ്രവർത്തനം നടക്കുന്നത് വഴി ടോക്സിൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ആ ടോക്സിൻസിനെയും നീക്കം ചെയ്യണം, അതുവഴി ബ്രെയിനിന്റെയും പ്രൊട്ടക്ഷൻ. അപ്പൊ ഇത്രയും അവയവങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് നമ്മളുടെ ഡെയിലി ഡീടോക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മളിപ്പം ലിവാഗെയിനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതേ ഡ്രഗ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. കാലമേൽ, നിലവേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ചേർന്നിട്ടുണ്ട്, കുറുന്തോട്ടി ചേർന്നിട്ടുണ്ട്, വേപ്പുണ്ട്. ഇത് മൂന്നും ലിവറിന്റെ ഫംഗ്ഷൻ കൃത്യമാക്കി കൊണ്ടുപോകാനായിട്ടുള്ളതാണ്. ഇനി കിഡ്നിയിൽ നമ്മളുടെ യൂറി ഫ്ലഷിൽ പറഞ്ഞ അത് തന്നെ പുനർനവയും നീർമാതളവും ഇതിൽ ചേർന്നിട്ടുണ്ട്. ബ്രെയിനിലാണെങ്കിൽ നെല്ലിക്ക ഇതിൽ ചേർന്നിട്ടുണ്ട്, കുറുന്തോട്ടി ചേർന്നിട്ടുണ്ട്, തുളസി ചേർന്നിട്ടുണ്ട്. ഹൃദയത്തിന്റെ ആ ഡീടോക്സിഫിക്കേഷൻ, മാലിന്യ നിവാരണം കൃത്യമാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെൽ ഹാർട്ടിൽ ഉണ്ടായിരുന്ന നീർമരുത് ഇതിൽ ചേർന്നിട്ടുണ്ട്. പാൻക്രിയാസിലാണെങ്കിൽ നമ്മളുടെ ചിറ്റമൃഗം ഇതിൽ ചേർന്നിട്ടുണ്ട്. ചിറ്റമൃഗത്തിന് ആന്റി ബാക്ടീരിയ രക്തത്തിലെ ഷുഗറിന്റെ ലെവലിനൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്നതായിട്ടുള്ളതുമാണ്. അപ്പൊ ഇത്രയും, അതായത് ഓരോ അവയവങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ഡെയിലി ഡീടോക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ 35 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ നമുക്കിത് നിർദ്ദേശിക്കാവുന്നതാണ്. അപ്പം ഇതൊരിക്കലും ഡയാലിസിസ് പേഷ്യന്റ് ഇത് നമ്മളിത് നിർദ്ദേശിക്കാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ അൾസർ, ഹൈപ്പർ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും ഇത് മാത്രം കൊടുക്കരുത്. ഇനി പറഞ്ഞു ഇത് വേറെ ഏതിന്റെയൊക്കെ കോമ്പിനേഷനിൽ നമുക്ക് ഡെയിലി ഡീടോക്സ് നൽകാം പറഞ്ഞു. വെൽ ഹാർട്ടിന്റെ സംരക്ഷണത്തിനാണ്. അതിന്റെ കൂടെ പ്രവർത്തനം വെൽ ഹാർട്ട് കൊണ്ടുള്ള ആ ഒരു പ്രവർത്തനത്തെ ഒരു പടി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം, ഡെയിലി ഡീടോക്സ് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ലിവാഗെയിൻ പ്ലസ് ഡെയിലി ഡീടോക്സ് നമുക്ക് കൊടുക്കാം. ആന്റി എനർജി പ്ലസ് ഡെയിലി ഡീടോക്സ് കൊടുക്കാം. ആയുഷ്വാസ് പ്ലസ് ഡെയിലി ഡീടോക്സ് നമുക്ക് കൊടുക്കാം. ഇമ്മ്യൂണോ 3 പ്ലസ് എന്ത് കൊടുക്കാം, ഡെയിലി ഡീടോക്സ് നമുക്ക് കൊടുക്കാം. ഇതിന്റെ കൂടെ ചേർത്തിട്ട് വേറൊന്നും കൂടി നമുക്ക് കൊടുക്കാം. അതാണ് അടുത്തതായിട്ടുള്ള നമ്മളുടെ പ്രൊഡക്റ്റ് മൾട്ടി ഗാർഡ് ബ്ലഡ്